തേക്കടിയിൽ കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് തലനാഴിഴയ്ക്ക് ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടു എന്ന വിവരമാണ് വരുന്നത്. KTDC ജീവനക്കാരനായ വെള്ളിവേലാണ് ആനകൾക്ക് മുൻപിൽപ്പെട്ടത്. ആനകളെ കണ്ടതോടെ ഇയാൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ കാണാം. സന്ദീപ് രാജാക്കാടുണ്ട് വിശദാംശങ്ങളുമായി. സന്ദീപ്, തലനാരിഴയ്ക്കാണ് വെള്ളിവേൽ രക്ഷപ്പെട്ടത്. വെള്ളിവേലിനെ കണ്ട് കാട്ടാനകളാണോ, കാട്ടാനകളെ കണ്ട് വെള്ളിവേലാണോ ഭയന്നത് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് തോന്നും. എന്തായാലും അപകടമൊന്നും സംഭവിച്ചില്ല. കാട്ടാനകൾ സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു സ്ഥലം തന്നെയാണല്ലേ അത്? തീർച്ചയായിട്ടും വിനീത വേണു, അത്തരത്തിൽ തന്നെയാണ്. കാട്ടാനകൾ സ്ഥിരമായി കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണത്. ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് തേക്കടി ബോട്ടിയാടിലേക്കുള്ള പാതയാണത്. അതായത് പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ്. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ തന്നെയുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ കാട്ടാനകളും മറ്റു മൃഗങ്ങളും ഒക്കെ ധാരാളം അവിടെ ഉള്ളതും ഇത്തരത്തിൽ റോഡ് മുറിച്ച് കടന്നു പോകുന്നതും ഉള്ളതാണ്. എന്തായിരുന്നാലും അവിടുത്തെ തന്നെ ഈ തേക്കടിയിലെ തന്നെ KTDC ജീവനക്കാരനായിട്ടുള്ള വെള്ളിവേലാണ് അവിടെ നിന്നും മടങ്ങുന്നതിനിടയിൽ ഈ വഴിവെക്കിൽ വെച്ച് ഈ കാട്ടാനക്കൂട്ടത്തിന്റെ മുന്നിലേക്ക് ചെന്ന് പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആനകൾ പൂർണ്ണമായും ഈ റോഡിലേക്ക് കയറിയിരുന്നില്ല. ആദ്യം തന്നെ കാട്ടാനയെ ഒരെണ്ണത്തിനെ കണ്ടതുകൊണ്ട് തന്നെ വെള്ളിവേൽ വാഹനം അവിടെ നിർത്തുകയും പിന്നീട് ഈ ചെന്നം വിളിക്കുന്ന ഒച്ച കേട്ടതോടുകൂടി വെള്ളിവേൽ ഭയക്കുകയാണ്. അവിടെ നിന്ന് വളരെ വേഗത്തിൽ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കാട്ടാന ഈ കുട്ടികളടക്കം ഉണ്ടായിരുന്നത് കൊണ്ട് മറ്റ് അക്രമങ്ങളൊന്നും നടത്താതെ ഈ റോഡ് മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയായിരുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നത്. വിനീത വേണു. ശരി, സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്.